അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരിഹസിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം തിരൂരങ്ങാടി സീറ്റിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രി വന്ന് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞിട്ടാണ് പോയതെന്ന് PM.A. സലാം മീഡിയ വണ്ണിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥിയെക്കുറിച്ച് തിരൂരങ്ങാടിയിലെ ഒരു UDF പ്രവർത്തകനും പരാതിയില്ലെന്നും PM.A. സലാം പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ തിരൂരങ്ങാടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല, ആരുമായി ബന്ധപ്പെട്ടില്ല. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ UDF പ്രവർത്തകനോ ഈ സ്ഥാനാർത്ഥിക്ക് വിട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു പ്രശ്നവും ആരുണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രിയിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു പോയതാണ്. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനുസ്, രണ്ടത്താണിയെ പാണക്കാടേക്ക് വിളിപ്പിച്ചതിന് ശേഷം പ്രശ്നം പരിഹരിച്ചുവെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അതിനെ തള്ളുകയാണോ PM.A. സലാം ചെയ്തിരിക്കുന്നത്? അനീഷ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നമുക്കറിയാം, രണ്ടത്താണി വലിയ പ്രതിസന്ധി മുസ്ലിം ലീഗിന് ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾക്കുള്ളത്. നമുക്കറിയാം PM.A. സലാമിന്റെ മണ്ഡലം കൂടിയാണ് തിരൂരങ്ങാടി. അവിടെയാണ് PM.A. സമീറിന്, കുഞ്ഞാലിക്കുട്ടിയുമായി ഏറ്റവും ബന്ധമുള്ള ഈ ലീഗിന്റെ മാനേജ്മെന്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന, കമ്പനി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന PM.A. സമീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിനുശേഷമാണ് പുലർച്ചെ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു പോസ്റ്റ് ഇടുന്നു. ഈ PM.A. സമീറിനെതിരെ പാർട്ടിയിൽ മുഖം കാണാത്ത, പാർട്ടിയിൽ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയെ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയായി സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു. വലിയ പ്രതിഷേധം ഉയർന്നു. ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നു. പിന്നീട് CPM നേതൃത്വം അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി സംസാരിക്കുന്നു. ഏത് സീറ്റും, മലപ്പുറത്തെ തിരൂരങ്ങാടിയോ താനൂരോ അതോടൊപ്പം തന്നെ വള്ളിക്കുന്നോ ഏത് സീറ്റും നൽകാമെന്ന് CPM നേതൃത്വം അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് ഉറപ്പ് നൽകുന്നു. ഇതിന് പിന്നാലെ CPM-യുമായി നിരന്തരമായി ചർച്ച തുടരുന്നു. തുടർന്ന് പല പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കളും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ വീട്ടിലെത്തിയെങ്കിൽ പോലും അദ്ദേഹം ഒരു അനുനയത്തിന് നിന്നില്ല എന്നുള്ളതാണ്. തുടർന്നാണ് അദ്ദേഹം പാണക്കാടെത്തുന്നത്. പ്രധാനമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ നമുക്ക് ഈ ലീഗ് നേതാക്കളോട് അവരോട് സംസാരിക്കുമ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോ PK കുഞ്ഞാലിക്കുട്ടിയോ അങ്ങനൊരു ചർച്ചയ്ക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ വിളിച്ചിട്ടില്ല എന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പിന്നീട് അവിടെ എത്തിയ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് പോയി ഒന്ന് ചർച്ച നടത്തിക്കൂടെ എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് അദ്ദേഹം പാണക്കാട് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ PM.A. സലാം രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉയർത്തുന്നത്. പ്രധാനമായി PM.A. സമീറിനെതിരെ കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കോ ലീഗ് പ്രവർത്തകർക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവർ, പ്രശ്നമുണ്ടാക്കിയവർ രാത്രി വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് തിരിച്ചുപോയി എന്നുള്ള പരിഹാസമാണ് PM.A. സലാം. ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരസ്യമായി അദ്ദേഹത്തെ പരിഹസിക്കുന്നു, വിമർശിക്കുന്നു. ഏതായാലും ഇത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് PM.A. സമീർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി കൂടുതൽ സഹകരിച്ച് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും. അദ്ദേഹം പോസ്റ്റ് പിന്നീട് പിൻവലിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും കൂടുതൽ സഹകരിച്ച് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഒരു ദിവസം നീണ്ടുനിന്ന പ്രതിസന്ധിയായിരുന്നു രണ്ടത്താണി സൃഷ്ടിച്ചത്. അതിലാണ് ഇപ്പോൾ പരിഹാസവുമായി PM.A. സലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്.